friends, നിങ്ങളൊരു ബിസിനസ് ഓണറാണ് അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് ഒക്കെ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ഒരാളാണ്, ഒരു ഓൺട്രപ്രനർ ആണ്. അത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ഒരു ബിസിനസ് അനലിസ്റ്റ് ആയിട്ടോ ഒരു ബിസിനസ് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടോ ഒക്കെ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ് എങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ടേംസും ഇംഗ്ലീഷ് വാക്കുകളും അബ്രീവിയേഷൻസും ഉണ്ട്, ഷോർട്ട് ഫോംസും ഉണ്ട്. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ സെഷനിൽ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാൻ പോകുന്നത്. സോ വെൽക്കം ടു ടുഡേ സെഷൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. യൂസ്ഫുൾ ആയിട്ടുള്ള ഇംഗ്ലീഷ് റിലേറ്റഡ് കോണ്ടൻറ്റും ഫണ്ണി വീഡിയോസും അതുപോലെ തന്നെ ഇൻട്രാക്റ്റീവ് സെഷനും ഒക്കെ ഞങ്ങൾക്കുണ്ട്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്ക് ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ അവർക്കും ഇത് ഷെയർ ചെയ്യുക. നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ഇംഗ്ലീഷ് സംസാരിപ്പിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിപ്പിക്കുന്ന ഒരു കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരാൻ പോകുന്നത് ഒരു അബ്രീവിയേഷൻ ആണ്, ROI. അപ്പോൾ ROI ഇതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് വെച്ചാൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. എന്താണ് ഇതിൻ്റെ അർത്ഥം? റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തു, ഏതെങ്കിലും ഒരു കമ്പനിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധനത്തിലോ ഒരു പ്രൊഡക്റ്റിലോ ഏതെങ്കിലും ഒരു കമ്പനിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. ആ ഇൻവെസ്റ്റ് ചെയ്തതിൽ നിന്ന് നമുക്ക് തിരിച്ച് കിട്ടുന്ന തുക, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു, ആ ബിസിനസ് റൺ ചെയ്തു, അതിൽ നമുക്ക് എത്ര തുക കിട്ടുന്നു, എത്ര എമൗണ്ട് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നു, അതിനെയാണ് നമ്മൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് മുടക്കിയ തുകയ്ക്ക് നമുക്ക് എത്ര കിട്ടുന്നു എന്നുള്ളതിലാണ് ROI എന്ന ടേം ഇരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത് ഇൻസെൻറ്റിവൈസ്. എന്താണ് ഈ ഇൻസെൻറ്റിവൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ സ്റ്റാഫിന് കൊണ്ടൊരു, പ്രത്യേകിച്ച് മാർക്കറ്റിംഗ് ടീമിലൊക്കെ നമുക്ക് നമ്മുടെ സ്റ്റാഫിനെ കൊണ്ട് ഒരു പെർട്ടിക്കുലർ ടാർഗറ്റിലെത്തിക്കണം. ഓക്കെ, ഒരു പെർട്ടിക്കുലർ ടാർഗറ്റിലെത്തിക്കണം. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യാൻ പറ്റുന്നത്? ഏറ്റവും നല്ല കാര്യം ഇൻസെൻറ്റിവൈസ് ചെയ്യാണ്. എന്താണ് ഈ ഇൻസെൻറ്റിവൈസ്? അതായത് ഓരോ ടാർഗറ്റ് അച്ചീവ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അവർക്ക് കുറച്ച് എക്സ്ട്രാ എമൗണ്ട് അല്ലെങ്കിൽ എക്സ്ട്രാ എന്തെങ്കിലും ഓഫർ അല്ലെങ്കിൽ എക്സ്ട്രാ എന്തെങ്കിലും ഒരു സാധനം കൊടുക്കുന്നു. ആ ഒരു കൊടുക്കുന്ന എക്സ്ട്രാ സാധനത്തിനെയാണ് നമ്മൾ ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത്. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇൻസെൻറ്റിവൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻസെൻറ്റിവൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതാണ് അർത്ഥം. നമ്മുടെ സെയിൽസ് മാർക്കറ്റിംഗ് ടീമിലൊക്കെയാണ് ഇത് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, വി നീഡ് ടു ഇൻസെൻറ്റിവൈസ് ആർ സെയിൽസ് മാനേജർ ടു അച്ചീവ് ദിസ് ടാർഗറ്റ്. നമ്മുടെ ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മൾ നമ്മുടെ സെയിൽസ് മാനേജേഴ്സിനെ ഇൻസെൻറ്റിവൈസ് ചെയ്യണം, അതായത് അവർക്ക് ഇൻസെൻറ്റീവ് കൊടുക്കണം എന്നാണ് അർത്ഥം വരുന്നത്. ഓക്കെ, അടുത്ത ടേമാണ് മോണറ്റൈസ്. ഇപ്പോൾ മോണറ്റൈസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ യൂട്യൂബ് എന്നുള്ളൊരു പ്ലാറ്റ്ഫോം എടുക്കുക ഫോർ എക്സാമ്പിൾ. അപ്പോൾ യൂട്യൂബ് മോണറ്റൈസ് ചെയ്യുന്നൊരു പ്ലാറ്റ്ഫോമാണ്. അതായത് അവരുടെ ഒരു വെബ്സൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് അവർ പൈസ ഉണ്ടാക്കുകയാണ്. കുറേ നാൾ യൂട്യൂബ് ഫ്രീ ആയിരുന്നു, അതായത് അതിനകത്ത് ഒന്നുമില്ല. ആദ്യമൊക്കെ അതിൽ പരസ്യമില്ല, ഒന്നുമില്ല, നമുക്കിങ്ങനെ വീഡിയോസ് കാണുമായിരുന്നു, പരസ്യം ആഡ് ഒന്നുമില്ലായിരുന്നു. പിന്നീട് പതുക്കെ അവർ പരസ്യം കൊണ്ടുവന്ന് മോണറ്റൈസ് ചെയ്തു. എന്ന് വെച്ചാൽ എന്താ? പരസ്യം കൊണ്ടുവന്നു. ആ പരസ്യം യൂട്യൂബിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ബിസിനസ് ഓണേഴ്സ് യൂട്യൂബിന് പൈസ കൊടുക്കും. അങ്ങനെ ആ പരസ്യം നമ്മൾ കാണും. ആ രീതിയിൽ അവർ മോണറ്റൈസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അതിനുശേഷം ഇപ്പോൾ പ്രീമിയം എന്ന് പറഞ്ഞൊരു പുതിയൊരു ആപ്ലിക്കേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നമ്മൾ പ്രീമിയം മെമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് ആഡ് കാണേണ്ടി വരില്ല. അപ്പം പ്രീമിയം മെമ്പേഴ്സ് ആകുമ്പോൾ നമ്മൾ പൈസ കൊടുക്കുകയാണ് യൂട്യൂബിന്, അങ്ങനെ അവർ പൈസ ഉണ്ടാക്കുകയാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇതൊന്നുമില്ലായിരുന്നു, പരസ്യമില്ലായിരുന്നു. പിന്നീട് പതുക്കെ പരസ്യം വന്നു, പിന്നെ ഇപ്പോൾ പേ ചെയ്യണം എന്നുള്ളൊരു അവസ്ഥയിലോട്ടെത്തി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, അവർ ആ ഒരു വെബ്സൈറ്റിനെ അല്ലെങ്കിൽ ആ ഒരു പ്ലാറ്റ്ഫോമിനെ അതിൽ നിന്ന് അവർ പൈസ ഉണ്ടാക്കുകയാണ്. അതിനെയാണ് നമ്മൾ മോണറ്റൈസ് ചെയ്യാന്ന് പറയുന്നത്. ചില വെബ്സൈറ്റും ചില ആപ്സ് ഒക്കെ ഉണ്ട്, ആദ്യം നമ്മൾ പൈസ ഒന്നും പേ ചെയ്യേണ്ടി വരില്ലായിരിക്കും. പിന്നീട് ആ ആപ്പ് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ പൈസ കൊടുക്കണം. അപ്പം ആ ആപ്പിൻ്റെ ഓണേഴ്സ് എന്താണ് ചെയ്യുന്നത്? അവരുടെ ആപ്പിനെ മോണറ്റൈസ് ചെയ്യാണ്. മോണറ്റൈസ് എന്ന് പറയുന്ന ചുരുക്കത്തിൽ എന്തെങ്കിലും ഒരു സാധനത്തിന് നിന്നും പൈസ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് നമ്മൾ മോണറ്റൈസ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന വാക്കാണ് മാർജിൻ. എന്താണ് ഈ മാർജിൻ? അതായത് നമുക്കൊരു ബിസിനസ് ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടി. ആ മൊത്തം പൈസയും പ്രോഫിറ്റ് നമുക്ക് സ്വന്തം കാര്യത്തിന് എടുക്കാൻ പറ്റുമോ? ഇല്ല. പ്രോഫിറ്റിൽ നിന്ന് ബാക്കി പിന്നെ എക്സ്പെൻസസ് കട്ട് ചെയ്യണം, പിന്നെ കുറച്ച് അല്ലാത്ത ഡിഡക്ഷൻസ് ഉണ്ടാകും. ആ ഡിഡക്ഷൻസ് എല്ലാം കൂടി കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു എമൗണ്ടിനെയാണ് നമ്മൾ മാർജിൻ എന്ന് പറയുന്നത്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് ലാഭമാണ് ശരിക്കും സത്യത്തിൽ. പക്ഷേ ഈ ലാഭത്തിൽ നിന്ന് നമുക്ക് നമ്മുടെ ഈ ബിസിനസ് റൺ ചെയ്ത് ഈ ലാഭം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ
സ്പെൻഡ് ചെയ്ത എക്സ്പെൻസ് നമുക്ക് എടുത്ത് കളയണം. അതിനുശേഷം അല്ലാത്ത ഡിഡക്ഷൻ, ടാക്സ് ഡിഡക്ഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. അതും എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഇൻകം ശരിക്കും എന്താണ്, ഈ മാർജിനാണ്. സോ അതാണ് മാർജിൻ എന്ന് പറയുന്നത്. ഇനി അക്കൗണ്ട്സ് പേയബിൾ, അതായത് അക്കൗണ്ട്സ് പേയബിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നമ്മുടെ ബിസിനസ് നടത്താൻ വേണ്ടിയിട്ട് പല ആളുകളുടെ കയ്യിൽ നിന്നും ചിലപ്പോൾ സാധനങ്ങൾ, പ്രൊഡക്ട്സ് വാങ്ങിക്കും. ഓക്കെ, ചിലപ്പോൾ പല സർവീസസും നമ്മൾ യൂസ് ചെയ്യും. അവർക്ക് നമ്മൾ തിരിച്ചു കൊടുക്കാനുള്ള പൈസയാണ് ഈ അക്കൗണ്ട്സ് പേയബിൾ എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ആളുകളുടെ അടുത്ത് നിന്ന് പൈസ വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത് തിരിച്ചു കൊടുക്കേണ്ട പൈസയാണ്. ഈ തിരിച്ചു കൊടുക്കേണ്ട പൈസയ്ക്കാണ് നമ്മൾ ബിസിനസ്സിൽ, നമ്മുടെ പേഴ്സണൽ ആവശ്യത്തിനല്ലല്ലോ നമ്മൾ വാങ്ങിച്ചത്, നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ബിസിനസ്സിന് വേണ്ടിയിട്ട് വാങ്ങിച്ച് അത് ബിസിനസ്സിൽ കംപ്ലീറ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് ആ ബിസിനസ്സിൽ നിന്ന് തിരിച്ചു കൊടുക്കേണ്ട ആളുകളില്ലേ, അതിനെയാണ് നമ്മൾ അക്കൗണ്ട്സ് പേയബിൾ, ആ ആളുകളുടെ അക്കൗണ്ട്സിനെയാണ് നമ്മൾ അക്കൗണ്ട്സ് പേയബിൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അക്കൗണ്ട്സ് റിസീവബിൾ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് നമ്മുടെ സർവീസ്, നമ്മുടെ ബിസിനസ്സിലെ സർവീസ്, അതുപോലെ തന്നെ ബിസിനസ്സിൽ നിന്നുണ്ടാകുന്ന പ്രോഡക്റ്റ്സ് ഒക്കെ പലർക്കും കൊടുത്തിട്ട് അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടാനുള്ള പൈസയാണ് നമ്മൾ അക്കൗണ്ട്സ് റിസീവബിൾ എന്ന് പറയുന്നത്. അക്കൗണ്ട്സ് റിസീവബിൾ. സോ അക്കൗണ്ട്സ് പേയബിൾ നമ്മുടെ ബിസിനസ്സിന് കൊടുക്കാനുള്ള പൈസ, അക്കൗണ്ട്സ് റിസീവബിൾ നമുക്ക് ബിസിനസ്സിൽ തിരിച്ച് കിട്ടാനുള്ള പൈസ. ഓക്കെ, ഇനി അടുത്ത ക്യാപിറ്റൽ. പൊതുവേ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ മണി ആയിട്ടാണ് ആളുകൾ കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ ക്യാപിറ്റൽ എന്ന് ബിസിനസ്സിൽ വരുമ്പോൾ പൈസ മാത്രമല്ല ക്യാപിറ്റൽ, നമ്മുടെ കമ്പനി അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, അത് ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റാത്ത കുറച്ച് സാധനങ്ങളുണ്ട്, അതെല്ലാം നമ്മുടെ ക്യാപിറ്റലാണ്. ഓക്കെ, ഇപ്പോൾ ഒരു സ്റ്റുഡിയോ ആണെങ്കിൽ സ്റ്റുഡിയോയിലുള്ള ക്യാമറ, ലെൻസ്, അതുപോലെ തന്നെ ലൈറ്റ്, പിന്നെ ബാക്കി മെഷീൻസ്, ഇതെല്ലാം എന്താണ്, ആ സ്റ്റുഡിയോയുടെ ക്യാപിറ്റലാണ്. പൈസ മാത്രമല്ല ഇവിടെ ക്യാപിറ്റൽ. ഓക്കെ, ഇനി അടുത്തെന്ന് പറയുന്നത് ഗ്രോസ്. എന്താണ് ഈ ഗ്രോസ്? ഗ്രോസ് എന്ന് പറയുന്നത് ഡിഡക്ഷൻ, അതായത് ഈ പൈസ നമ്മൾ ഈ പ്രോഫിറ്റിൽ നിന്ന് ഈ ഡിഡക്ഷൻസ് മാറ്റി വയ്ക്കുന്നതിൽ മുന്നേ ഉള്ള നമ്മുടെ എമൗണ്ടിനെയാണ് നമ്മൾ ഗ്രോസ് എന്ന് പറയുന്നത്. അതായത് മാർജിൻ എന്ന് പറയുന്നത് എക്സ്പെൻസും ഡിഡക്ഷൻസും ഒക്കെ കട്ട് ചെയ്തതിന് ശേഷമുള്ള എമൗണ്ട് ആണെങ്കിൽ, ഗ്രോസ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഡിഡക്ഷൻസ് എല്ലാം കട്ട് ചെയ്ത് മാറ്റുന്നതിന് മുന്നേ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ഗ്രോസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി അടുത്തത് ബെഞ്ച് മാർക്ക്. ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് നമ്മൾ അറ്റൈൻ ചെയ്യാനുള്ള ഒരു ക്വാളിറ്റിയാണ്. അതായത് ഇപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു, ആ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് അറ്റൈൻ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സർട്ടൻ ഒരു പോയിന്റിനെയാണ് നമ്മൾ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത്. ഇപ്പം ഒരു ഉദാഹരണത്തിന് നമ്മളിപ്പം ഞാനിപ്പോൾ ഒരു സോപ്പിൻ്റെ ഒരു ബിസിനസ് നടത്തുന്നു വിചാരിക്കാം. ഇപ്പം മാർക്കറ്റിൽ ടോപ്പായിട്ട് നിൽക്കുന്ന ഒത്തിരി സോപ്പുകളുണ്ട്, ഡവ് ഉണ്ട്, ചന്ദ്രിക, അങ്ങനെ ഒത്തിരി ഉണ്ട്. അപ്പം ഞാൻ എൻ്റെ ടീമിനോട് പറയുന്നത്, ഇപ്പോൾ ഈ സോപ്പിനെ കണ്ടോ, നമ്മുടെ ബെഞ്ച് മാർക്ക് എപ്പോഴും അവരെക്കാട്ടും മുകളിലായിരിക്കണം. അതിൻ്റെ അർത്ഥം എന്താണ്, നമ്മുടെ ക്വാളിറ്റി, നമ്മൾ അറ്റൈൻ ചെയ്യുന്ന ക്വാളിറ്റി അതിൻ്റെ മേളിലാണ്. അപ്പം നമ്മൾ ക്വാളിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടി വച്ചിരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് പോയിന്റിനെയാണ് നമ്മൾ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി അടുത്തത് R&D. എന്താണ് ഈ R&D? R&D നമ്മൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നാണ് പറയുന്നത്. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. എന്താണ് ഈ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് വെച്ചാൽ, നമ്മളിപ്പം ഒരു കമ്പനി നടത്തുകയാണ്. അപ്പോൾ ആ കമ്പനിയിൽ പുതിയ ഇന്നോവേറ്റീവ് പ്രോഡക്ട്സും സർവീസസും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന റിസർച്ചിനെയും നമ്മൾ കൊണ്ടുവരുന്ന ഐഡിയാസിനെയും ഒക്കെയാണ് നമ്മൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്, R&D എന്ന് പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എടുക്കുന്ന ഇനീഷ്യേറ്റീവ്സ് എല്ലാം ഈ R&Dയുടെ അണ്ടറിൽ വരും. ഓക്കെ, ഇനി അടുത്തത് B2B. B2B എന്ന് പറഞ്ഞാൽ എന്താ? B2B എന്ന് പറഞ്ഞാൽ ബിസിനസ് ടു ബിസിനസ്. ഒരു ബിസിനസ്സും മറ്റൊരു ബിസിനസ്സും തമ്മിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസിനെയാണ് നമ്മൾ B2B ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ബിസിനസ്സും മറ്റൊരു ബിസിനസ്സും. ഓക്കെ, ഇനി അടുത്തത് B2C. B2C എന്ന് പറഞ്ഞാൽ ബിസിനസ് ടു കസ്റ്റമർ. അതായത് ഒരു ബിസിനസ്സും ഒരു ഇൻഡിവിജ്വൽ കസ്റ്റമറും തമ്മിൽ നടത്തുന്ന ട്രാൻസാക്ഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, B2C എന്ന് പറയുന്നത്. B2B എന്ന് പറഞ്ഞാൽ നമ്മുടെ സർവീസസ് അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്ട്സ് നമ്മൾ വേറൊരു ബിസിനസ്സിന് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ B2B എന്ന് പറയുന്നത്. അതേസമയം B2C എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ് അല്ലെങ്കിൽ നമ്മുടെ സർവീസസ്, നമ്മുടെ പ്രോഡക്ട്സ് വേറെ ഒരു ഇൻഡിവിജ്വൽ കസ്റ്റമറിന് കൊടുക്കുന്ന ആ ട്രാൻസാക്ഷനെയാണ് നമ്മൾ B2C എന്ന് പറയുന്നത്. ഇനി ഇതുപോലെ B2G ഉണ്ട്. B2G എന്ന് പറയുന്ന ഒരു ബിസിനസ്സും ഗവൺമെൻറ്റും തമ്മിലുള്ള ട്രാൻസാക്ഷനെയാണ് നമ്മൾ B2G എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ഫ്രേസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വേർഡ് എന്ന് പറയുന്നത് കോംപിറ്റൻസി. കോംപിറ്റൻസി എന്ന് പറയുമ്പോൾ, ഇപ്പം നമ്മുടെ കമ്പനിയുടെ കോംപിറ്റൻസി എന്താണെന്ന് ആരെങ്കിലും ചോദിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം അവർ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ബാക്കിയുള്ള നമ്മുടെ കോമ്പറ്റേറ്റേഴ്സിൽ നിന്ന് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന
ഇതിൻ്റെ കാരണം എന്താണ്, നമ്മളുടെ ആ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള നമ്മുടെ സ്ട്രാറ്റജി എന്താണ്, നമ്മുടെ എബിലിറ്റി എന്താണ്, നമ്മുടെ പ്രൊഡക്റ്റ് എന്തുകൊണ്ടാണ് ഡിസ്റ്റിങ്വിഷ്ഡ് ആയിട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ കോർ കോമ്പറ്റൻസി. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മളെ അവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്ത് എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ കോർ കോമ്പറ്റൻസിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. ഇനി അടുത്തെന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന കുറച്ച് ടേംസ് ആണ്. CEO. എന്താണ് CEO? CEO എന്ന് പറഞ്ഞാൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ലേ. ഈ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുമ്പോൾ അവരുടെ ജോലി എന്താണ് അവർ ചെയ്യേണ്ടത്? ഒരു കമ്പനിയുടെ എല്ലാ ബിസിനസ് ഡിസിഷൻസും എടുക്കേണ്ടത് CEO ആണ്. ഒരു കമ്പനി, നമ്മളിപ്പോൾ ഒരു കമ്പനി റൺ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ ബിസിനസ് ഡിസിഷൻസിൻ്റെയും ഫൈനൽ വേർഡ് എന്ന് പറയുന്നത് ഒരു CEOയ്ക്കാണ് ഉള്ളത്. അടുത്തതായിട്ട് ഒരു CFO എന്ന് പറഞ്ഞാൽ എന്താണ്? CFO എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറാണ്. ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറിൻ്റെ ഡ്യൂട്ടി എന്താണ്? ഒരു കമ്പനിയുടെ അക്കൗണ്ട്സ് അതുപോലെ തന്നെ ഫിനാൻസ് എല്ലാം മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഒരു CFOയുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഒരു MD. എന്താണ് ഈ MD എന്ന് പറയുന്നത്? MD എന്ന് പറയുന്നത് ഒരു മാനേജിങ് ഡയറക്ടറാണ്. എന്താണ് ഈ മാനേജിങ് ഡയറക്ടറിൻ്റെ ജോലി? ഒരു കമ്പനിയിൽ നടക്കുന്ന ഡെയിലി ഓപ്പറേഷൻസ് ഒക്കെ മാനേജ് ചെയ്യേണ്ടത് ഈ മാനേജിങ് ഡയറക്ടറാണ്. അപ്പം ഈ ഒരു എല്ലാത്തിൻ്റെയും ഫുൾ ഫോം നമുക്ക് അറിയാമെങ്കിലും ഇവരുടെ ജോലി എന്താണെന്ന് കൃത്യമായിട്ട് നമുക്കറിയില്ല. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്താണ് ഒരു CEO, എന്താണ് ഒരു CFO, എന്താണ് ഒരു MD, അവർ കമ്പനിയിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം നമ്മൾ ഇന്ന് പഠിച്ചത് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വേർഡ്സ് ആണ്. ഓൺട്രപ്രണേഴ്സിനും സ്റ്റാർട്ടപ്പ് ഒക്കെ തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും ബിസിനസ് അനലിസ്റ്റുകളായിട്ടും വർക്ക് ചെയ്യുന്നവർക്കുമൊക്കെ ഭയങ്കരമായിട്ട് ഉപയോഗം ചെയ്യുന്ന വാക്കുകളാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കോഴ്സ് ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള ഒരു കോഴ്സാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു ഇൻട്രസ്റ്റിംഗ് സെഷനിൽ നിങ്ങളെ കാണുന്നത് വരെ ദിസ് ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര. താങ്ക് യു ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. ഇംഗ്ലീഷ് മിത്ര വാട്സ്ആപ്പ് വഴി നൈസായി ഇംഗ്ലീഷ് പഠിക്കാം. ഇഷ്ടമുള്ള സമയത്ത് ഏതു പ്രായത്തിലും കട്ട സപ്പോർട്ടുമായി പേഴ്സണൽ ട്രെയിനർ, 1-to-1 ട്രെയിനിങ്. തിരഞ്ഞെടുക്കാൻ ബേസിക്, ഇന്റർമീഡിയറ്റ്, അഡ്വാൻസ്ഡ് എന്നീ ഓപ്ഷനുകൾ. നിങ്ങൾക്കും പഠിക്കേണ്ടേ? ഉടൻ കോൺടാക്ട് ചെയ്തോളൂ ഇംഗ്ലീഷ് മിത്ര.